ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ടതിന്റെ ത്രില്ലിലാണ് മലയാളി താരം സഞ്ജു സാംസണും അദ്ദേഹത്തിന്റെ ആരാധകരും. എന്നാൽ പലപ്പോഴും സഞ്ജുവിന് ടീമിൽ നിന്ന് തന്നെ വെല്ലുവിളി ഉയരാറുണ്ട്. ആദ്യം ഋഷഭ് പന്ത്, പിന്നീട് ശുഭ്മൻ ഗിൽ, ഇപ്പോഴിതാ ഇഷാൻ കിഷനും. അടുത്ത മാസം തുടങ്ങാനിരിക്കുന്ന ICC T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ഓപ്പണിംഗ് ജോഡികളായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ലോക 1-ാം നമ്പർ അഭിഷേക് ശർമ്മയും മലയാളി സൂപ്പർ താരം സഞ്ജു സാംസണുമാണ്. വൈസ് ക്യാപ്റ്റൻ ശുഭ്മൻ ഗിൽ ഓപ്പണിംഗ് റോളിൽ ഫ്ലോപ്പായതോടെയാണ് നേരത്തെ ക്ലിക്കായിട്ടുള്ള സഞ്ജു അഭിഷേക് ജോഡിയെ തിരികെ കൊണ്ടുവരാൻ മാനേജ്മെന്റ് തീരുമാനിച്ചത്. അവസാനമായി സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ കളിച്ച 5-ാം T20യിൽ വീണ്ടും ഈ ഓപ്പണിംഗ് ജോഡി പരീക്ഷിക്കപ്പെടുകയും ചെയ്തു. എന്നാൽ T20 ലോകകപ്പിൽ സഞ്ജുവിനെ ഓപ്പൺ ചെയ്യിക്കരുത് എന്ന ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് ടീമിലെ ബാക്കപ്പ് കീപ്പറായ ഇഷാൻ കിഷൻ ഫാൻസ്. പലതരം ആവശ്യങ്ങളാണ് ഇതിനായി ഇവർ ഉന്നയിച്ചിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിലാണ് ഇഷാൻ കിഷന്റെ ആരാധകരും PR ടീമും പുതിയൊരു ആവശ്യവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. T20 ലോകകപ്പിൽ സഞ്ജു സാംസണെ ഓപ്പണർ ആക്കരുത് എന്നാണ് ഇവരുടെ പ്രധാന ആവശ്യം. പകരം ഇഷാന് ഈ റോൾ നൽകണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട്. T20 ലോകകപ്പിൽ ഇന്ത്യയുടെ ബെസ്റ്റ് ഓപ്പണിംഗ് കോമ്പിനേഷൻ ഇഷാൻ കിഷനും അഭിഷേക് ശർമ്മയുമാണ്. സഞ്ജു സാംസണ് ഈ റോൾ നൽകരുത്. 3-ൽ സൂര്യകുമാർ യാദവും തിലക് വർമ്മയും കളിക്കണം. 5-ാമനായിട്ടാണ് സഞ്ജു ബാറ്റ് ചെയ്യേണ്ടത്. ഇതാണ് ടീമിന്റെ ബെസ്റ്റ് ടോപ്പ് 5 എന്നാണ് ഇവർ പറയുന്നത്. ഇന്ത്യക്ക് വേണ്ടി T20 ലോകകപ്പിൽ സഞ്ജു സാംസൺ ഓപ്പൺ ചെയ്യരുത്. പകരം ഈ റോൾ ഇഷാൻ കിഷന് നൽകണം. കാരണം കരിയർ ബെസ്റ്റ് ഫോമിലാണ് ഇപ്പോൾ ഇഷാൻ ഉള്ളത്. അതുകൊണ്ട് തന്നെ പരമാവധി ബോളുകൾ നേരിടേണ്ടതും ഇഷാൻ തന്നെയാണെന്നാണ് ഇവരുടെ അവകാശവാദം. സഞ്ജു സാംസൺ ടീമിനായി 5-ാം നമ്പറിൽ ബാറ്റ് ചെയ്യട്ടെ എന്നിങ്ങനെയാണ് സോഷ്യൽ മീഡിയയിലെ ഇഷാൻ ഫാൻസ് ഗ്രൂപ്പുകളിൽ പറയുന്നത്. ഇഷാൻ കിഷനെ അനുകൂലിക്കുന്നവർ ആവശ്യപ്പെടുന്നത് പോലെ സഞ്ജു സാംസണെ T20 ലോകകപ്പിലെ ഓപ്പണിംഗ് സ്ഥാനത്ത് നിന്നും കോച്ച് ഗൗതം ഗംഭീർ മാറ്റുമോ എന്നതാണ് ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവരുടെ ഈ നിർദ്ദേശത്തോട് ഗംഭീർ യോജിക്കാനുള്ള സാധ്യത തീരെ കുറവാണ് എന്ന് തന്നെ പറയാം. കാരണം സഞ്ജുവും അഭിഷേക് ശർമ്മയും ചേർന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ മാത്രമേ ടീമിന് ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഓപ്പണിംഗ് കോമ്പിനേഷൻ ലഭിക്കുകയുള്ളൂ. ഗംഭീർ ആകട്ടെ എപ്പോഴും ഈ തരത്തിലുള്ള ബാറ്റിംഗ് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുന്നയാളുമാണ്. എതിർ ടീം ബൗളർമാർക്ക് കാര്യങ്ങൾ കടുപ്പമാകണമെങ്കിൽ ഇങ്ങനെയുള്ള കോമ്പിനേഷനാണ് കൂടുതൽ മികച്ചതെന്ന ആരോപണമാണ് ഗംഭീറിനുള്ളത്. വിവിധ ഫോർമാറ്റുകളിൽ ഇന്ത്യയുടെ ബാറ്റിംഗ് കോമ്പിനേഷനുകളിലൂടെ ഗംഭീർ ഇത് തെളിയിച്ചിട്ടുള്ളതുമാണ്. അതുകൊണ്ട് തന്നെ ഇടംകൈയ്യൻ ബാറ്റർമാരായ അഭിഷേകിനെയും ഇഷാനെയും അദ്ദേഹം ഓപ്പണിങ്ങിൽ ഒരുമിച്ചിറക്കാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ സഞ്ജു അഭിഷേക് സഖ്യവുമായി ഗംഭീർ മുന്നോട്ട് പോകുമെന്ന ഉറപ്പായ കാര്യമാണ്. മാത്രമല്ല ഇതിനോടകം പരീക്ഷിച്ച് വിജയിച്ച ഓപ്പണിംഗ് കോംബോയാണ് സഞ്ജുവും അഭിഷേകും. തുടർച്ചയായി 3 T20 പരമ്പരകളിൽ ഇവരെ ഗംഭീർ പരീക്ഷിച്ചിരുന്നതുമാണ്. ഭൂരിഭാഗം മത്സരങ്ങളിലും ഇവർ ടീമിന് മികച്ച തുടക്കങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഓപ്പണറായി 3 സെഞ്ചുറികളും കുറിച്ചയാളാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെ ഗംഭീറിന്റെ തീരുമാനത്തിനായി ഉറ്റുനോക്കുകയാണ് ക്രിക്കറ്റ് ലോകം.